morning, students. നമ്മൾ കസ്റ്റമർ റിലേഷൻ ആൻഡ് സർവീസസ് ടോപ്പിക്കിൻ്റെ 7ാമത്തെ ചാപ്റ്ററിലാണുള്ളത്. കസ്റ്റമർ ഫീഡ്ബാക്ക് 2. കസ്റ്റമർ ഫീഡ്ബാക്ക് 1 നമ്മൾ നോക്കി, എന്താണെന്ന് മനസ്സിലാക്കി. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ വാട്ടെവർ യു സെർവ് ടു ദ കസ്റ്റമർ, അതിനുള്ള ഒരു റെസ്പോൺസ്, കസ്റ്റമറുടെ റെസ്പോൺസ് അല്ലെങ്കിൽ റിയാക്ഷൻ അല്ലേ. ഒന്നും കൂടി ഡെപ്തിലേക്ക് പോവുകയാണ്. ഫീഡ്ബാക്ക് സിംപ്ലി മീൻസ് ഫൈൻഡിങ് ഔട്ട് പീപ്പിൾസ് റിയാക്ഷൻ ടു യുവർ പെർഫോമൻസ്. അതാണ് നമ്മുടെ പെർഫോമൻസിനോട് കസ്റ്റമേഴ്സിനുള്ള റിയാക്ഷൻ, അത് മാത്രമേ അർത്ഥമുള്ളൂ. ഫോർ എക്സാമ്പിൾ, വെൻ വി കുക്ക് ഫുഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ആസ്ക് അവർ പാരൻസ് ഹൗ ഈസ് ഇറ്റ് ടേസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് പാരൻസിനോട് ചോദിക്കുക, വീട്ടിൽ നിന്നുള്ള എക്സാമ്പിളാണ്. ഇതേപോലെ തന്നെ നമ്മളൊരു പുതിയ ഡ്രസ്സ് ധരിച്ച് പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് നിത്യജീവിതത്തിലുള്ള എക്സാമ്പിളാണ്. പ്രോഡക്റ്റ് സർവീസ് ഒക്കെ ആകുമ്പോൾ ഒന്നുകിൽ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം, അല്ലെങ്കിൽ നമുക്ക് അവരുടെ റെസ്പോൺസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം ഫീഡ്ബാക്കിൻ്റെ കുറേ എക്സാമ്പിൾസ്. ഒപ്പീനിയൻ, അത് കസ്റ്റമേഴ്സ് അഭിപ്രായം പറയുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ പെർഫോമൻസിനെ പറ്റിയോ. പിന്നെ നമുക്ക് സർവേ എന്ന് പറയുമ്പോൾ സർവേ ഫോംസ് ഉണ്ടാവും, ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റ് സർവേ നടത്തിയിട്ടോ ഒക്കെ ഫീഡ്ബാക്ക് മനസ്സിലാക്കാം. പിന്നെയുള്ളത് കമൻറ്റ്, വെറുതെ കസ്റ്റമേഴ്സ് കമൻറ്റ് പറയാം, അഭിപ്രായം പറയാം. റേറ്റിംഗ്, അപ്പോൾ അത് സാധാരണഗതിയിൽ ബിസിനസ് മാഗസിൻസിലും അല്ലെങ്കിൽ ബിസിനസ് സർവേയിലൊക്കെ റേറ്റിംഗ് ഉണ്ടാവും. ഇന്ന കമ്പനിയുടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൈനറ്റി, ഹീറോ ഹോണ്ട മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ആക്റ്റീവ സ്കൂട്ടർ, ഇതൊക്കെ ബ്രാൻഡ് നമ്പർ 1 എന്ന് പറയുന്ന പോലെ റേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ റിസൾട്ട്, അത് നമ്മുടെ പെർഫോമൻസിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു പുതിയൊരു ഹോട്ടൽ തുടങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് വിട്ടുപോകും. ഇപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് വരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ല ക്വാളിറ്റി ഫുഡാണ് സെർവ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലേ. അഡ്വൈസ്, അത് ചിലപ്പോൾ കസ്റ്റമേഴ്സ് നമ്മളെ അഡ്വൈസ് ചെയ്യും, ഇതിങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറയും. പിന്നെ പുതിയൊരു ഐഡിയ പറയുകയാണ്. ഇതെല്ലാം ഫീഡ്ബാക്കിൻ്റെ പല രീതികളാണ്. ഇനി എക്സാമ്പിൾസ് ആണ്, നമുക്ക് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. എക്സർസൈസ്. വാട്ട് ഈസ് കസ്റ്റമർ ഫീഡ്ബാക്ക്? Customer feedback is the response or reaction of the customer to the performance, the product or your service. Why is feedback important for a customer service provider? എന്താണ് ഈ ഫീഡ്ബാക്കിൻ്റെ പ്രാധാന്യം? എന്താണ്? നമ്മളൊരു പ്രോഡക്റ്റ് സെർവ് ചെയ്ത് കഴിഞ്ഞു, അത് ഗുണമുള്ളതല്ല, നമുക്ക് റോങ് ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മുടെ പാസ്റ്റ് പെർഫോമൻസ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഫ്യൂച്ചർ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതാണ് സർവീസ് ഫീഡ്ബാക്ക് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു പോയത് കഴിഞ്ഞു, പക്ഷേ കൂടുതൽ ക്വാളിറ്റി നമുക്ക് ബെറ്ററാക്കി പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫീഡ്ബാക്കിൻ്റെ. ഇപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ഹാൻഡ്ലിങ് ഗ്രീവൻസസ് ആണ്. ഗ്രീവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ ദുഃഖം, പ്രയാസം എന്നൊക്കെ പറയും. ഇവിടെ ഗ്രീവൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരാതികളാണ്. എപ്പോഴും കസ്റ്റമേഴ്സിന് പരാതികളുണ്ടാവും. നമുക്ക് 100% സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരിടത്തു നിന്ന് കിട്ടുകയില്ല അല്ലേ. എന്തൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, 100% കറക്റ്റ് ഫീഡ്ബാക്ക് നമുക്ക് ഒരിക്കലും കിട്ടുകയില്ല. അപ്പോൾ ഗ്രീവൻസ്, പരാതികൾ എപ്പോഴും ഉണ്ടാവും. പരാതികൾ പരിഹരിക്കുക എന്ന് പറയുന്നത് പല കമ്പനികൾക്കും ഗ്രീവൻസ് റിട്രീവൽ സെല്ലുകൾ തന്നെയുണ്ട്, പരാതി പരിഹാര സെല്ലുകൾ തന്നെയുണ്ട് അല്ലേ. കസ്റ്റമർ ഹാവ് ഗ്രീവൻസ് ഓർ കംപ്ലൈൻറ്റ് വിത്ത് വെൻ ദെയർ എക്സ്പെക്ടേഷൻസ് വിത്ത് ദ സർവീസ് ആർ നോട്ട് മെറ്റ്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗുണം ആ പ്രോഡക്റ്റിന് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആ സർവീസിന് ഇല്ലെങ്കിൽ അതാണ് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് മാറുന്നതല്ലേ. സംടൈംസ് customers complain when they face rudeness or feel irritated when they are not paid attention to. അങ്ങനെയാണ്. അപ്പോൾ കസ്റ്റമർ ചിലപ്പോൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മാത്രമായിരിക്കണമെന്നില്ല, കസ്റ്റമറോട് നമ്മുടെ സർവീസ് മോശമായ രീതിയിലാണെങ്കിലും കസ്റ്റമർ ഇറിറ്റേറ്റഡ് ആവും അല്ലേ. ഇതുപോലുള്ള കേസുകളിലാണ്. whenever a customer approaches with a grievance, it is important to handle them carefully with all using hurt technique. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു പുതിയ വാക്കാണ് ഹേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു 5 വേർഡുകളുടെ ഒരു ചുരുക്കമാണ് ഹേർട്ട്. ഹിയർ, എംപത്തൈസ്, അഗ്രി, റിലേഷൻഷിപ്പ്, ബിൽഡ് ആൻഡ്. ഇതാണ് ഓരോ വാക്കുകളാണ്. എച്ച്, ഹിയർ, നമ്മൾ കസ്റ്റമറുടെ പരാതി കേൾക്കുക. എംപത്തൈസ്, നമ്മൾ അവരുടെ അനുതാപം കാണിക്കുക, അതായത് നമ്മൾ പ്രയാസത്തിൽ നമ്മൾ പങ്കുചേരുന്നതായിട്ട് അവർക്ക് ബോധ്യപ്പെടുത്തുക. അഗ്രി, നമ്മൾ അവർ പറയുന്നത് സമ്മതിക്കുക, കസ്റ്റമർ പറയുന്നത് സമ്മതിച്ചു കൊടുക്കുക. റിലേഷൻഷിപ്പ് ബിൽഡിങ്, കസ്റ്റമറായിട്ട് നല്ലൊരു ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കുക, അതിന് റാപ്പോ എന്ന് പറയും. ആൻഡ് തിങ്ക്, നമ്മൾ ആലോചിച്ച് അടുത്ത ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളത്
ഇതാണ് ഹേർട്ട് എന്ന് പറയുന്നത്. സിമ്പത്തൈസ്, റെസ്പോണ്ട് ക്വിക്ക്ലി, ഓഫർ പേഴ്സണലൈസ്ഡ് സർവീസ്. ആ ഒരു കസ്റ്റമർക്ക് പ്രത്യേകമായിട്ടൊരു പരാതി പറയുന്ന ഗ്രീവൻസുള്ള കസ്റ്റമർ പ്രത്യേകമായിട്ട് അറ്റൻഡ് ചെയ്യുക. അതൊക്കെ കസ്റ്റമർക്ക് ഒരു വാല്യൂ കൂട്ടും. ടേക്ക് ഓണർഷിപ്പ് വിത്തൗട്ട് ബ്ലെയിമിങ് അതേഴ്സ് ഓർ ദ ഓർഗനൈസേഷൻ. നമ്മൾ മറ്റുള്ളവരുടെയോ കമ്പനികളെയോ കുറ്റപ്പെടുത്താതെ നമ്മൾ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക. പിന്നെ ഫോളോ അപ്പ്, തുടർ പ്രവർത്തനം നടത്തുന്നതിനാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഇതിലുള്ള കസ്റ്റമർ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ 12 സ്റ്റെപ്സ് കാണിച്ചിട്ടുണ്ട്. അത് നമ്പർ 1 എന്ന് പറയുന്നത് ടു ബി റെസ്പെക്റ്റ്ഫുൾ ആൻഡ് റെസ്പോൺസീവ് എന്നാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമറെ ബഹുമാനം കാണിക്കുക, ആദരവ് കാണിക്കുക, ഉത്തരവാദിത്തമുള്ള ബോധം ഉണ്ടാക്കുക, റെസ്പോൺസീവ്. 2 എസ്റ്റാബ്ലിഷ് റാപ്പോ. റാപ്പോ എന്ന് പറയുമ്പോൾ നമ്മൾ കസ്റ്റമറായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നതിനാണ് റാപ്പോ എന്ന് പറയുന്നത്. റാപ്പോർട്ട് എന്നാണ് എഴുതുന്നത്, റാപ്പോ എന്നാണ് പറയുക. ലിസൺ, കസ്റ്റമറുടെ പരാതി ഗ്രീവൻസ് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എംപതൈസ്, നമ്മൾ അനുതാപം പ്രകടിപ്പിക്കുക, നമ്മൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അയാളുടെ പ്രയാസം നമ്മൾ മനസ്സിലാക്കുക. 5 അക്നോളജ് ഇമോഷൻ, അപ്പോൾ അവരുടെ വികാരം നമ്മൾ ഉൾക്കൊള്ളുക. 6 അപ്പോളജൈസ് സിൻസിയർലി, അപ്പോൾ സാറിന് ഇങ്ങനെ ഒരു പ്രയാസം വന്നുപോയി, നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എടുത്തുകൊണ്ട് നമ്മളത് അക്നോളജ് ചെയ്യാറുള്ളതാണ്. നമ്മൾ അപ്പോളജൈസ് ചെയ്യുക, സോറി പറയുക. അഗ്രി, നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിൽ തീർച്ചയായും നമ്മൾ സമ്മതിച്ചു കൊടുക്കുക, അൺകണ്ടീഷണലായിട്ട് സമ്മതിച്ചു കൊടുക്കുക. പ്രൊവൈഡ് എക്സ്പ്ലനേഷൻ, അപ്പോൾ തൃപ്തികരമായ രീതിയിൽ കസ്റ്റമർക്ക് ഒരു മറുപടി കൊടുക്കണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അസസ് സിവിയറിറ്റി ഓഫ് ദ പ്രോബ്ലം, അപ്പോൾ ആ പ്രശ്നം എന്താണെന്നുള്ളത് സീരിയസ് ആയിട്ട് നമ്മൾ അസസ് ചെയ്യുക. ഒപ്പീനിയൻ നെഗോഷിയേറ്റ്, നമ്മൾ വേറെ ഓപ്ഷൻസ് പറയാം, നിങ്ങൾക്ക് വേറെ പ്രോഡക്റ്റ്സ് തരാം, അല്ലെങ്കിൽ കൂടുതൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് തരാം എന്ന രീതിയിലുള്ളൊരു നെഗോഷിയേറ്റ് ചെയ്ത് നോക്കുക. സൊല്യൂഷൻ, ആക്ഷൻ ആൻഡ് താങ്ക് യു, ഇത്രയും. പിന്നെ റെക്കോർഡ്, അനലൈസ് ആൻഡ് ഡീബ്രീഫ്. റെക്കോർഡ് അനലൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ഈ കസ്റ്റമറുടെ കംപ്ലയിൻറ്റുകൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. അത്രയുമാണ് കാര്യങ്ങൾ. ഇനി ഇതിലുള്ള എക്സർസൈസസ് ആണ്, നമുക്ക് ഇവരെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. കംപ്ലയിൻറ്റ് ക്ലോസ് ലൂപ്പിംഗ്, ഇതൊരു ഓട്ടോമൊബൈൽ കമ്പനിയുടെ സിസ്റ്റമാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കംപ്ലയിൻറ്റ് രജിസ്ട്രേഷൻ, ഇതിലുള്ള സ്റ്റെപ്പുകളാണ്. കസ്റ്റമർ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റെപ്പുകളാണ്. റിസീവ് ചെയ്യുക, കസ്റ്റമർ ഗ്രീവൻസ് പരാതികൾ സ്വീകരിക്കുക, അത് അക്നോളജ് ചെയ്യുക. കസ്റ്റമർക്ക് നമ്മൾ പരാതി സ്വീകരിച്ചതായിട്ട് നമുക്ക് കസ്റ്റമർക്ക് ഒന്നുകിൽ റെസീറ്റ് കൊടുക്കുക, ഏതെങ്കിലും തരത്തിൽ അക്നോളജ് ചെയ്യുക, അതിനാണ് അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു പരാതിയോ അല്ലെങ്കിൽ ഒരു അപേക്ഷയോ സ്വീകരിക്കുന്നതിന് അവർക്കൊരു മറുപടി കൊടുക്കുന്നതിനാണ്, റെസീപ്റ്റ് ചെയ്യുന്നതിനാണ് അക്നോളജ് ചെയ്യുക എന്ന് പറയുന്നത്. അസസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ്, എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ അസസ് ചെയ്ത് മനസ്സിലാക്കുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. പ്രൊവൈഡ് റീസൺസ് ഫോർ ഡിസിഷൻ, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ തീരുമാനം എടുക്കുന്നതിൻ്റെ റീസൺ തൃപ്തികരമായ രീതിയിൽ മറുപടി കൊടുക്കുക. ഓപ്ഷൻസ് ഫോർ റീഡ്രസ് ആൻഡ് ക്ലോസ് കംപ്ലയിൻറ്റ്, ആ കംപ്ലയിൻറ്റ് ക്ലോസ് ചെയ്യാനുള്ള പരിഹരിക്കാനുള്ള രീതി. വാട്ട് ഈസ് എ ഗ്രീവൻസ്? ഗ്രീവൻസ് ഈസ് എ കസ്റ്റമർ കംപ്ലയിൻറ്റ് അല്ലേ. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻസ് ടു ലിസൺ ടു കസ്റ്റമേഴ്സ് ഗ്രീവൻസ്? എന്താണ്? ടു കീപ്പ് യുവർ കസ്റ്റമർ ഓർ ടു റീറ്റെയിൻ യുവർ കസ്റ്റമർ അല്ലേ. കസ്റ്റമർ ഗ്രീവൻസ് പറയുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യാതെ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ദ കസ്റ്റമർ വിൽ ലീവ് യു അല്ലേ. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റും സർവീസും കസ്റ്റമർ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യണമെന്നില്ല. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് റിസോൾവിംഗ് കസ്റ്റമർ ഗ്രീവൻസസ് ടു റീറ്റെയിൻ ദ കസ്റ്റമർ? വാട്ട് ഈസ് ദ ഹേർട്ട് ടെക്നിക് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്? നമ്മൾ പറഞ്ഞല്ലോ HEART, ഹിയർ, എംപതൈസ്, അഗ്രി. ഇനി ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു അടുത്ത സ്റ്റേജാണ് ഹാൻഡ്ലിംഗ് ഗ്രീവൻസസ് 2. ഇറ്റ് ഈസ് നിയർലി ഇമ്പോസിബിൾ ഫോർ ഹ്യൂമൻസ് ടു അവോയ്ഡ് മിസ്റ്റേക്സ് എൻറ്റയർലി അല്ലേ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും മിസ്റ്റേക്സുകൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. All of us make mistakes. However, in the customer service industry, a person's mistake can lead to loss of time or money for a customer. ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടെന്ന മിസ്റ്റേക്ക് കസ്റ്റമറുടെ ധനം നഷ്ടമുണ്ടാക്കാം, കസ്റ്റമറുടെ സമയം നഷ്ടമുണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാം റിട്രീവ് ചെയ്യുക എന്നുള്ളതാണ് കസ്റ്റമർ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അല്ലേ. ടിപ്സ് ഫോർ ഹാൻഡ്ലിംഗ് കംപ്ലയിൻറ്റ്സ്. ലിസൺ, കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് ശ്രദ്ധിക്കുക. ലിസൺ കെയർഫുള്ളി ടു യുവർ കസ്റ്റമർ. ഡോണ്ട് ഇൻറ്ററപ്റ്റ് ദം or tell them to
calm down. This will not this will only ignite the anger. Ignited minds എന്ന് പറഞ്ഞ ബുക്ക് കേട്ടില്ലേ? നമ്മുടെ പഴയ പ്രസിഡന്റ് അബുൽ കലാം ആസാദിന്റെ. ഇഗ്നൈറ്റ് മീൻസ് ജ്വലിപ്പിക്കുക എന്ന് പറയും. അപ്പോൾ കോപം ജ്വലിപ്പിച്ചോളൂ അല്ലേ? ലിസൺ, ശ്രദ്ധിക്കുക. Empathize means feel the pain of the customer and tell them that you can understand how they feel. അപ്പോൾ നമ്മൾ കസ്റ്റമറുടെ ഒരു പെയിൻ ഫീൽ ചെയ്യുന്നതിനാണ് എംപതൈസ് എന്ന് പറയുന്നത്. സിംപ്ലൈസ് ചെയ്യുക. Apologize to the customer even if you feel that you had not part in the problem. Do not blame the customer. അപ്പോൾ നമ്മളത് കസ്റ്റമറോട് സോറി പറയുക. ഞാനാണ് അപ്ലൈസ് എന്ന് പറയുന്നത്. React. Decide what you will do to resolve the problem and tell this to the customer. Now, do not delay. Take immediate action. The longer you wait, the harder it is to provide outstanding customer service. നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ആക്കി, അതാണ് നൗൺ എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ കസ്റ്റമർ കംപ്ലയിൻറ്റ് വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അത് റിസോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കണം, മെഷർ എടുക്കണം. What is grievance or complaint handling? What are the things we must avoid saying to the customer whose grievance is being handled? How can we build a strong relationship with a customer who approaches us with a complaint? നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ളതാണ്. ഇനി അടുത്ത ലാസ്റ്റ് ചാപ്റ്ററാണ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് വിത്ത് എ കസ്റ്റമർ. കസ്റ്റമറായിട്ട് നല്ലൊരു ഒരു സോളിഡ് റിലേഷൻഷിപ്പ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബിൽഡിംഗ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമർ ഈസ് എ വേ ടു എൻഗേജ് വിത്ത് കസ്റ്റമേഴ്സ് ടു ക്രിയേറ്റ് കസ്റ്റമർ എക്സ്പീരിയൻസ്. Organizations and services maintain data about the customers to keep constantly in touch with them and to inform them of new initiatives, to greet them on their birthdays, anniversaries, to wish them on festive occasions, etc. അപ്പോൾ സാധാരണ രീതിയിൽ ചില കമ്പനികൾ ഒരു ഡാറ്റാ ബാങ്ക് സിസ്റ്റം ഉണ്ട്, കസ്റ്റമർ ഡാറ്റാ ബാങ്ക് ഉണ്ടാവും. ആ ഡാറ്റാ ബാങ്ക് ഉപയോഗിച്ചിട്ട് അവർ കസ്റ്റമേഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്ത് വെക്കും. ചിലപ്പോൾ ബർത്ത്ഡേയ്സും അവരുടെ മാരേജ് ആനിവേഴ്സറീസ് ഒക്കെ അവർ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അവർ മെസ്സേജസ് അയക്കുക. അങ്ങനെ കസ്റ്റമറെ ഹാപ്പി ആക്കി നിർത്തുകയാണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതാണ്. സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കസ്റ്റമർ, ലോയൽറ്റി, കസ്റ്റമറായിട്ടുള്ള വിശ്വസ്തത, സർവീസ്, നല്ല സേവനം കൊടുക്കുക, റിലയബിലിറ്റി, നമ്മൾ നല്ല റിലയബിൾ ആണ്, നമുക്ക് വിശ്വസ്തതയുള്ള ഒരു കമ്പനിയാണ് എന്ന് ബോധ്യപ്പെടുത്തുക, ഇംപ്രൂവ്മെൻറ്റ്, മാർക്കറ്റിംഗ്, ക്വാളിറ്റി, സപ്പോർട്ട്, ഇതെല്ലാം തന്നെ കസ്റ്റമർ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഓരോരോ രീതികളാണ്, മെത്തേഡ്സ്. ഇൻക്രീസ് ആവറേജ് ഓർഡർ വാല്യൂ, build a rich customer database, improve customer relationship, influence purchase decisions, higher return on investment. Return or investment എന്ന് വെച്ചാൽ ROI എന്ന് പറയും. നമ്മൾ കമ്പനികൾ മുടക്കുന്നതിന്, അവരുടെ സാധാരണ കമ്പനികൾക്ക് നിലനിൽക്കണമെങ്കിൽ കമ്പനി മുടക്കുന്നതിന് തുല്യമായിട്ട് റിട്ടേൺസ് കമ്പനിക്ക് വന്നുകൊണ്ടിരിക്കണമല്ലോ. റിട്ടേൺസ് മീൻസ് സെയിൽസ് റിട്ടേൺസ്, പ്രോഫിറ്റ് വരണം. അതിനാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. How are customer relations built? Why are customer relations necessary? When do customers become loyal to services brands? ഇതെല്ലാം നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്, കസ്റ്റമർ റിലേഷൻഷിപ്സ്. Thank you for listening.